ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മെക്മോസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപയ്ക്ക് താഴെയുള്ള കുറച്ച് ഫോണുകളാണ്. അതും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇറക്കാനായിട്ടൊരു ഇങ്ങനെ കമ്പനി പറഞ്ഞതും നമ്മുടെ കുറച്ച് കൈ കിട്ടിയ കുറച്ച് റൂമറൊക്കെ വെച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഈ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏത് ഫോണിനാണ് വെയിറ്റ് ചെയ്യുന്നതിന് താഴെ കമന്റ് ചെയ്യണം. ഫസ്റ്റ് ഡിവൈസ് ആണ് സാംസങ് ഗാലക്സിയുടെ M36 5G ആണ്. പിന്നെ സൈഡ് ഫിംഗർ പ്രിന്റ് സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെയാണ് വരുന്നത്. 50 MB പ്രൈമറി ക്യാമറയും പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി വരുമ്പോഴത്തേനും 4K 30 FPS റെക്കോർഡിംഗ് ആണ് കേട്ടോ. പിന്നെ 12 MB അല്ലെങ്കിൽ 24 MB വരെ ഫ്രണ്ട് ക്യാം നമുക്ക് പ്രതീക്ഷിക്കാം. ബാറ്ററിയുടെ കേസ് വരുമ്പോഴത്തേനും 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമാണ്. ഇത് കൂടാതെ ആൻഡ്രോയിഡ് 15 ആണ്. പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ഒക്ടാ കോർ Exynos 1380 SoC പ്രോസസ്സറാണ്. വലിയൊരു സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു ഫോണ്. കാരണം അത്യാവശ്യം ഒരു മിഡിൽ റേഞ്ച് അത്രേ പറയാനുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും, അല്ലാതെ വലിയൊരു നമ്മളൊരു ഹൈപ്പ് കൊടുത്തൊന്നും വെക്കുന്നില്ല കേട്ടോ ഈ ഒരു ഫോണിന്. നോർമൽ യൂസിന് പറ്റിയൊരു ഫോണാണെന്ന് തന്നെ ഞാൻ പറയും. ഈ ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും. ഇത് കൂടാതെ പിന്നെ പറയാനുള്ളത് സൈഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൂടാണ് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം ഇതിന്റെ ഡേറ്റ് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഈ ജൂൺ ജൂലൈ തന്നെ ലോഞ്ച് ആവുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഫുൾ സ്പെക്ക് ഇതുവരെ കമ്പനി പുറത്തു വിട്ടിട്ടില്ല. ലോഞ്ച് പക്ഷേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഫുൾ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ കൺഫേംഡ് ആയിട്ടുള്ള കാര്യം പറയാത്തത്. സോ നമുക്ക് അടുത്ത ഫോൺ നോക്കിയാലോ. അടുത്ത ഡിവൈസ് ആണ് ടെക്നോ പോവയുടെ Curve 5G എന്ന് പറയുന്ന ഡിവൈസ്. ഈ ഒരു ഡിവൈസ് വരുമ്പോഴത്തേക്കും 64 MB പ്രൈമറി ക്യാമറ ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഒരു ഡിവൈസിന് വരുന്നത്. 3 കളറിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക്, സിൽവർ, ടീല് കളേഴ്സ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കമ്പനി കൺഫേം ചെയ്തതാണ്. പിന്നെ കുറച്ച് പ്രൊസസ്സറിൻ്റെയും കാര്യങ്ങളുടേത് കുറച്ച് റൂമറുകളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഇതിന്റെ പ്രൊസസ്സർ വരുമ്പോൾ Dimensity 7300ന്റെ പ്രൊസസ്സറാണ്. റാം 6GB 12GB വരുന്നുണ്ട്. വിത്ത് 128 വരാണ് ഇതുവരെ പറഞ്ഞേക്കുന്നത്. 128 വരെ ഇന്റേണൽ വരുന്നുണ്ട്. ഇനി 256 വരാന്നൂടായില്ല. ബാറ്ററിയും ചാർജർ നോക്കുമ്പോൾ 5500 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുണ്ട്. ഇതൊരു ബെറ്റർ ഫോണാന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്യാവശ്യം ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. നോക്കാം കേട്ടോ എന്തായാലും. കാരണം നമ്മൾ ഒന്നും പറഞ്ഞങ്ങ് വെച്ചങ്ങ് പൊരിപ്പിക്കുന്നില്ലേ. കാരണം ഫോൺ ഇറങ്ങുമ്പം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഏത് ഫോണായാലും എത്ര വലിയ ഫോണെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ബെറ്റർ ആയിരിക്കും. നമുക്ക് നോക്കാം, റിവ്യൂ ചെയ്യാൻ കിട്ടുമെങ്കിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. കാരണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒന്ന് എവിടെയെങ്കിലും എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഏത് ഫോൺ വേണേലും പൊക്കിയെടുത്ത് റിവ്യൂ ചെയ്യാൻ കൊണ്ടുവരും കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ഡിവൈസ്, നമ്മുടെ മൂന്നാമത്തെ ഫോണിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഒരു കൂളിംഗ് ഫാനൊക്കെ വെച്ചിട്ടുള്ള ഫോണാണ്. അപ്പം അതിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻ അങ്ങ് പറയാം. ഒരു കൂളിംഗ് ഫാൻ ഉണ്ടെന്ന് തന്നെ ആദ്യം പറഞ്ഞു. പിന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 4ന്റെ ഒരു ചിപ്സെറ്റ്. ഇതിൻ്റെ അട്രാക്റ്റീവ് ഇപ്പം അത്യാവശ്യം ഇറങ്ങുന്ന ഫോണുകളിലെല്ലാം ഉള്ളൊരു സാധനമാണ് RGB ലൈറ്റ്സ് ഉണ്ട്. അപ്പം ഗെയിമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഫാനൊക്കെ കൊടുത്തത്. പിന്നെ എന്നിട്ട് പറയാനുള്ളൊരു കാര്യം, ഈ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഓപ്പോയുടെ K13 ടെർബോ എന്ന് പറഞ്ഞ മോഡലാണ്. കാരണം ടെർബോ എല്ലാം ചൈനയിലെ അവർ ഇറക്കത്തുള്ളൂ. മേ ബി ഇത് ഗ്ലോബലി ഇറങ്ങുവാണെങ്കിൽ നൈസ് ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇത് ഗ്ലോബലി ഇറക്കുമെന്ന്. അപ്പം ഇതുവരെ എന്തായാലും കൺഫേംഡ് ആയിട്ടില്ല ഇത് ഗ്ലോബലി ഇറക്കുമെന്ന്. ചൈനയ്ക്ക് വേണ്ടി മാത്രം വെച്ച് കീച്ചേക്കുന്ന ഒരു സാധനമാണ്. ഗ്ലോബലി ഇറക്കുവാണെങ്കിൽ തന്നെ ഇത്, അതായത് ഓപ്പോ K13 ടെർബോ എന്ന് പറഞ്ഞ ഈ ഡിവൈസ് ഗ്ലോബലി ഇറക്കുവാണെങ്കിൽ ഈ പേര് എന്തായാലും ഇറക്കത്തില്ല കേട്ടോ. വേറെ പേരിലായിരിക്കും അമാരി വെച്ച് ഇറക്കാൻ പോകുന്നത്. നാലാമത്തെ ഡിവൈസ് നോക്കിയാലോ. നാലാമത്തെ ഡിവൈസ് ആണ് ഓപ്പോയുടെ തന്നെ K13X എന്ന് പറയുന്ന ഡിവൈസ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുമ്പോഴത്തേനും ഇത് നമുക്ക് വേണ്ടി മാത്രം, നമുക്ക് സ്വന്തമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഓപ്പോ ഇറക്കുന്ന ഒരു ഫോണാണ് കേട്ടോ. ആൻഡ്രോയിഡ് 15 ആണ്. ക്യാമറയിൽ എല്ലാ ഫോണിലും വരുന്ന പോലെ 50 MB പ്രൈമറി ക്യാമറ, 8 MB സെൽഫി ക്യാമറ. പിന്നെ പ്രൊസസ്സർ വരുന്നതിന് MediaTek Dimensity 6300 ആണ് കേട്ടോ ഇതിൻ്റെ. കാരണം ഇത് കൺഫേംഡ് അല്ല. ഈ ഒരു പ്രൊസസ്സറിന്റെ കേസ് ഇതുവരെ കൺഫേം ആയില്ല. ബാക്കിയെല്ലാം കൺഫേംഡ് ആണ്. ഏകദേശം ഒരു 13,000 രൂപ അടുപ്പിച്ച് അല്ലെ 13-14 ആ റേഞ്ച് വരുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഓപ്പോ K13X. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി മാത്രം. ഓക്കെ, അടുത്ത നമ്മുടെ ഫിഫ്ത്ത് ഡിവൈസ്, അതും ലാസ്റ്റ് ഡിവൈസ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ ഇനി ഇറങ്ങാനുള്ള ലാസ്റ്റ് ഡിവൈസ് ആണ് മോട്ടോറോള മോട്ടോ G50. ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുമ്പോൾ ഇത് 6.74 ഇഞ്ചിന്റെ അല്ലെങ്കിൽ 6.67 ഇഞ്ച് ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും കേട്ടോ. ഇതിന്റെ ക്യാമറ വരുമ്പോൾ 32 MB സെൽഫി സോണിക് സെൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിരിക്കും എന്തോ. ഇത് കൂടാതെ MediaTek സ്നാപ്ഡ്രാഗൺ അല്ല 7060 SoCയുടെ Dimensity പ്രോസസ്സറാണ് കേട്ടോ ഇതിന് വരുന്നത്. ബാറ്ററിയും ചാർജിങ് നോക്കുവാണെങ്കിൽ 5200 mAh ബാറ്ററിയും 32 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും നമുക്കൊരു എക്സ്പെക്ടേഷൻ ആണ്. ഇത് കൺഫേംഡ് ആയിട്ടില്ല, ഞാൻ റൂമർ ജസ്റ്റ് പറഞ്ഞാണ്. സ്റ്റോറേജ് കാര്യങ്ങൾ വരുമ്പോഴത്തേനും 8
ടു 256 256 വരെ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേരിയൻറ്റുകളൊക്കെ വരുമായിരിക്കും. പിന്നെ അതൊരു ഞാൻ പറഞ്ഞു 20,000 സെഗ്മെൻറ്റ് ഡിവൈസ് ആണ്. സോ നോക്കി കണ്ടൊക്കെ എടുക്കുക എല്ലാ ഡിവൈസും. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ ഏത് ഫോണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കമൻറ്റ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ.